നമസ്കാരം. വീട്ടമ്മയുടെ നമ്മുടെ ആരോഗ്യം പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സ്ത്രീകൾ ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്നുവെന്ന് എപ്പോഴും പറയാറുണ്ട്. അതിന് വൈദ്യശാസ്ത്രപരമായി അല്ലെങ്കിൽ ബയോളജിക്കൽ ടേംസിൽ എപ്പോഴും പറയുന്നൊരു കാരണമുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ. ബയോകെമിക്കലായിട്ട്, ഹോർമോണലായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഈ വ്യതിയാനങ്ങളൊക്കെ പലപ്പോഴും അവളുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെ പോലും വളരെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അവളുടെ ചുറ്റുമുള്ളവരും അവളും തീർച്ചയായും അവളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവളുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബോധവതിയായിരിക്കണം. കൂടെയുള്ളവരും ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ആരോഗ്യം പങ്ക്തിയിലൂടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം നമ്മുടെ ആരോഗ്യം പങ്ക്തിയിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ ഇതിനു മുൻപ് തന്നെ സമ്മാനിച്ചിട്ടുള്ള ഡോക്ടർ മധുരവല്ലി തമ്പിയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ. ഒരുപാട് മാറ്റങ്ങൾ പ്രത്യേകിച്ചും മധ്യവയസ്കരായ സ്ത്രീകളിൽ കാണുന്നുണ്ട്. അവരുടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ശാരീരികമായ മാറ്റങ്ങളെ കുറിച്ച് ഒരുപക്ഷെ ഡോക്ടറായിരിക്കും അഭിപ്രായം പറയാനുള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും അവരുടെ വികാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും. മാനസികമായിട്ടുള്ള ഇങ്ങനൊരു വ്യതിയാനം മധ്യവയസ്കരായ സ്ത്രീകളിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രിയ മധ്യവയസ്കരെന്ന് പറഞ്ഞത് ഏത് വയസ്സ് തൊട്ട് ഏത് വയസ്സ് വരെ ഒന്ന് മനസ്സിലാക്കണം. ഒരു 35 വയസ്സ് കഴിഞ്ഞ് സ്ത്രീ സ്വയം ഒരു ബോധവതിയായി ആകുകയാണ്. അപ്പൊ തൊട്ട് ഒരു 45 വയസ്സ് വരെ നമുക്ക് അവരെ മധ്യവയസ്കരെന്ന് പറയാൻ സാധിക്കും. ഈ മധ്യവയസ്സിൽ ഒരു കൗമാരം, യൗവനം ഇതെല്ലാം മാറി റെസ്പോൺസിബിലിറ്റി, അതായത് ചുമതലാവധിയായ ഒരു സ്ത്രീയായി മാറുകയാണ്. 35 വയസ്സിന് മുൻപായിട്ട് അമ്മയുടെയും അമ്മായിയുടെയും വീട്ടിലെ ഹസ്ബൻഡിന്റെയും മറ്റുള്ള ബന്ധുക്കളുടെയും എല്ലാം പരിചരണം ഇവർക്ക് കിട്ടുമായിരുന്നു. 35 വയസ്സ് കഴിയുമ്പോൾ 1-2 കുട്ടികളായി, കുട്ടികൾ വളർന്നു, കുട്ടികളുടെ ആരോഗ്യം, വളർച്ച ഇതെല്ലാം ശ്രദ്ധിക്കണം. ഹസ്ബൻഡിനെ പറ്റി ശ്രദ്ധിക്കണം. ഹസ്ബൻഡ് നേരത്തെ ഉള്ള ഹസ്ബൻഡ് ആയിരിക്കില്ല. ഹസ്ബൻഡ് ജോലിയിലെല്ലാം കൂടുതൽ പ്രൊമോഷനും വലിയ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അങ്ങനെ ചെറിയ തരത്തിലുള്ള ജോലിയായിരുന്നാലും അയാൾക്ക് ഇൻകം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം ജോലിക്ക് വേണ്ടി ചിലവഴിക്കും. പിന്നെ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന അമ്മയും അമ്മായിയും എല്ലാം വയസ്സരാവുകയാണ്. അപ്പം നേരത്തെ ഇവർക്ക് കിട്ടിയിരുന്ന ആ പരിചരണം തിരിച്ചവർക്ക് കൊടുക്കേണ്ടിയുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ സ്ത്രീ കൂടുതലും മാനസികമായും ശാരീരികമായും ആത്മീയമായും എല്ലാം ഒരു ടെൻഷൻ, അതായത് ഒരു പിരിമുറുക്കത്തിന് വിധേയയാകുകയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രിയ എന്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ആദ്യം നമ്മള് ശാരീരികം നോക്കാം. അപ്പൊ യൗവനത്തിന് തന്നെ നമ്മള് തുടർച്ചയായി യൗവനവതിയായി തന്നെ ഇരിക്കണമെങ്കിൽ അവര് ശ്രദ്ധിക്കാനുള്ള അവരെ ശരീരത്തിനെ തന്നെയാണ്. തല മുതൽ കാലുവരെ ശ്രദ്ധിക്കണം. സ്കിൻ, അതായത് ത്വക്ക് ശ്രദ്ധിക്കണം. പിന്നെ മുടിയുടെ ഹെയർ സ്റ്റൈൽ, ഇപ്പോഴത്തെ മോഡേൺ ഇതനുസരിച്ച് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇതെല്ലാം അവർ ശ്രദ്ധിക്കണം. ഇത് കൂടാതെ അവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. ഭക്ഷണം കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും മാത്രം അങ്ങോട്ട് കൊടുത്തിട്ട് തനി ആഹാരം കഴിക്കാതിരുന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് അതാണ് അവര് കഴിക്കത്തില്ല. അത് പറ്റത്തില്ല. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തനിയെ ശ്രദ്ധിക്കുമ്പോഴേക്ക് ഈ ശാരീരിക പ്രശ്നങ്ങള് ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ 35 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്ക് ഇവർക്ക് ഈ നമ്മള് വെളിയിൽ കാണുന്ന സൗന്ദര്യം മാത്രമല്ല, ശരീരത്തിന്റെ അകത്തും പല മാറ്റങ്ങളും വരാം. എക്സാമ്പിൾ, ഇവര് 1-2 പ്രസവിച്ചോ 2-3 പ്രസവിച്ചു, പിന്നെ അബോർഷനായി, പിന്നെ വേറെ ഏതെങ്കിലും വിധത്തിലെ ഓപ്പറേഷൻ, വന്ധ്യീകരണ ഓപ്പറേഷൻ എല്ലാം ചെയ്ത് കാണാം. അപ്പൊ വയറുവേദന കാണാം, വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കാണാം. അപ്പൊ ഈ സമയത്ത് അവരൊരു ഗൈനക്കോളജിക്കൽ ചെക്കപ്പ് ഒരു 35 ഇയർ കഴിഞ്ഞാല് വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
അപ്പോൾ അവർക്ക് ഈ ക്യാൻസർ പോലെയോ അല്ലെങ്കിൽ യൂട്രസിൽ എന്തെങ്കിലും മുഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്ന് നോക്കാൻ സാധിക്കും. പിന്നെ പ്രത്യേകം കുളിക്കുമ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കണം, അവരുടെ സ്ഥലങ്ങളിൽ വല്ല അസാധാരണമായ മുഴയോ, അതായത് നിപ്പിളിൽ കൂടെ, അതായത് മുലക്കണ്ണിൽ കൂടെ അസാധാരണമായ ശ്രാവം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ പാല് പോലെയോ വെള്ളം പോലെയോ പഴുപ്പ് പോലെയോ രക്തം പോലെയോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ സ്വയം നോക്കണം. പിന്നെ വേദന ഉള്ളതും വേദന ഇല്ലാത്തതും കാണാം. അപ്പൊ ഇങ്ങനെ ഒരു സ്വയം പരിശോധന വളരെ അത്യാവശ്യമാണ് ഈ സമയത്ത്. അതുകൂടാതെ ഒരു ഡോക്ടറെ സമീപിച്ച് ഈ സമയത്ത് ഒന്ന് നോക്കണം, നല്ലതായിരിക്കും. റെഗുലറായിട്ട് ഒരു ചെക്കപ്പ്. ആദ്യമായിട്ട് ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ അവര് തറോ ചെക്കപ്പ്, ഇതിന്റെ കൂടെ തന്നെ ഈ മെനോപോസൽ ടൈം കൂടെ അടുത്തു വരുന്ന സമയമാണ്. ഈ 35 വയസ്സും 45 വയസ്സും ആവുമ്പോ 40-45 ആവുമ്പോഴേക്ക് മെനോപോസ് എന്ന് പറയുമ്പോൾ അടുത്ത നമുക്ക് സംസാരിക്കാം. ആ സമയത്ത് മെനോപോസൽ ടൈം ആകുമ്പോൾ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ വരികയാണ്. അപ്പൊ അവർക്ക് സ്വയമേ വരുന്ന ഈ മാറ്റത്തില് അവര് മാനസികമായും ശാരീരികമായും എല്ലാം ഒരു ടെൻഷനും കൂടെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ചെക്കപ്പും കൂടെ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഇത് കൊളസ്ട്രോളിനെ പറ്റി ഇപ്പൊ എല്ലാവരും ബോധം ഉള്ളവരാണ്. കൊളസ്ട്രോളിൽ തന്നെ പലവിധമുണ്ട്, HDL, LDL, ട്രൈഗ്ലിസറിഡ്. അപ്പൊ അതിനെപ്പറ്റി എല്ലാവർക്കും നല്ലോണം മനസ്സിലാകും. പിന്നെ നമ്മള് ഡോക്ടർമാര് പിന്നെ ഇപ്പോഴത്തെ മാഗസിൻ എല്ലാം നല്ല അവയർനെസ് ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതും എല്ലാം വാങ്ങി വായിക്കണം. ഇതുപോലെയുള്ള ഇത് കാണണം. അപ്പൊ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ, ഈ മാനസികാരോഗ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാനസികാരോഗ്യം എന്ന് വെച്ചാൽ ശാരീരാരോഗ്യം എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് ശരീരത്തിലെ പനി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ശാരീരിക ആരോഗ്യം. മാനസികാരോഗ്യം എന്ന് വെച്ചാല് നമ്മള് ഒരു പിരിമുറുക്കത്തിന് വിധേയരാകുന്ന ഒരവസ്ഥയാണ് മാനസിക ആരോഗ്യ ഇല്ലായ്മ. അതിപ്പോ ധാരാളം പിരിമുറുക്കം ഇല്ലാത്തവരാരുമില്ല. പലവിധത്തിലുള്ള പിരിമുറുക്കം ലൈഫിലുണ്ട്. അതില് സ്വതവേ ഉള്ളതല്ലാതെ ഇപ്പം സ്വന്തം ഭർത്താവ് വളരെ വലിയ പ്രയാസപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പിന്നെ നമ്മളെ ഏണിംഗ് മെമ്പർ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെ എന്തെങ്കിലും തീരാവ്യാധികൾക്ക് അടിമപ്പെടുകയാണ്, അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും ബെഡ് റിഡനാണ്, കിടക്കുകയാണ്. അപ്പം പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളോട് കൂടി തന്നെ ഈ 35 വയസ്സ് കഴിയുമ്പോഴേക്ക് നമ്മളുടെ ശരീരത്തിലുള്ള അണ്ടാശയത്തിൽ നിന്നും പിറ്റ്യൂട്ടറിയിൽ നിന്നും തൈറോയിഡിൽ നിന്നും ഒക്കെ ഒരു പലവിധത്തിലുള്ള ഹോർമോൺസ് ഉത്പാദിക്കപ്പെടും. അപ്പൊ ഈ സമയത്ത് വയസ്സ് അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഈ ഈസ്ട്രോജൻ, ഈ പ്രൊജസ്ട്രോൺ എന്നുള്ള ഈ രണ്ട് സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഹാർമോൺസിന്റെ കുറഞ്ഞുള്ള വ്യതിയാനങ്ങൾ കാണും. അളവ് കുറയും. അളവ് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ പ്രത്യേകം തരത്തിലുള്ള ഈ പിരിമുറുക്കങ്ങൾക്ക് ഇത് എരിയുന്ന തീയില് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കും പോലെയാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായോ മാനസിക പിരിമുറുക്കം എന്ന് പറയാം. അപ്പൊ മാനസിക പിരിമുറുക്കം മനസ്സിലാകുന്നത് മുൻപേ ഉള്ളതുപോലെ ചിരിക്കുക, കളിക്കുക, സന്തോഷവതിയായിരിക്കാൻ സാധിക്കുകയില്ല. ഉറങ്ങാൻ ചെന്ന് കിടന്നാൽ നല്ലവണ്ണം ഉറക്കം വരത്തില്ല. പിന്നെ ഭർത്താവിന്റെ അടുത്തും കുട്ടികളുടെ അടുത്തും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇറിറ്റബിൾ ആകുക. ഇതൊക്കെയാണ് മാനസിക പിരിമുറുക്കം ഉണ്ടെന്നുള്ളത്. അപ്പൊ സ്വയം തന്നെ വേദനിക്കും. ആദ്യം കുട്ടികളെ അകാരണമായിട്ട് ശകാരിച്ചിട്ട് അടി കൊടുക്കും. അടി കൊടുത്തതിന് ശേഷമായിരിക്കും അയ്യോ ഞാൻ അത് ചെയ്യേണ്ടിയില്ലായിരുന്നല്ലോ, പിന്നെ സങ്കടമായി. ഇതൊക്കെയാണ് മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു. അതെ. ആത്മീയമായ ഒരു അംശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു, അതും കൂടെ ഒന്ന് വ്യക്തം. ആത്മീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പറയുകയാണെങ്കിൽ നമ്മള് ഭാരതീയർ, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അപ്പൊ ദൈവികമായ ഒരു അംശം വിചാരം നമുക്ക് ഉൾക്കൊള്ളണം. അപ്പൊ ആത്മീയ ഇപ്പൊ ശ്രീ രവിശങ്കർ, നമ്മളുടെ മാതാ അമൃതാനന്ദമയി, പിന്നെ അതേപോലെയുള്ള സായിബാബ, സിറ്റി സായിബാബ, ഇങ്ങനെ പല മഹാത്മാക്കളുടെ പുറകെ നമ്മൾ എന്തുകൊണ്ടാ പോകുന്നത്? നമുക്ക് ആത്മീയമായിട്ടൊരു റിലീഫ്, അതായത് ഒരു സാന്ത്വനം കിട്ടണം. അമൃതാനന്ദമയി അമ്മ നമ്മളെ ഒന്ന് പുണരുമ്പോ നമ്മളുടെ വിഷമങ്ങളെല്ലാം അങ്ങ് എത്രയോ % ആളുകൾക്ക് കുറയുകയാണ്. അതാണ് അവരെ നിസ്വാർത്ഥമായ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്നേഹത്തിന്റെ മുന്നിലാണ് നമ്മൾ എല്ലാവരും അടിമയാകുന്നത്. അപ്പൊ അതാണ് ആത്മീയമായിട്ടുള്ള ഒരു സുഖം നമുക്ക് കിട്ടുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ആൾക്കാരിങ്ങനെ പകച്ചോടുന്നത്.